ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടുവന്നിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ കുറേ കാലത്തിന് ശേഷം ഒരു പടം വരികയാണ്. ഒരു ഫാമിലി എൻ്റർടൈനർ ലെവലിലുള്ളൊരു മൂവിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ. അതുപോലെ ഇതിൻ്റെ തിരക്കഥ ഷാരിസ് മുഹമ്മദ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. ജനഗണമന അതുപോലെ മലയാളി ഫ്രം ഇന്ത്യയുടെ ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് രനദീവ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഈ ഒബിൻ്റെ പുസ്തകം, ഷൈലോക്ക്, CI ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ എഡിറ്റിംഗ് സാഗർദാസ്. അതുപോലെ മ്യൂസിക് ചെയ്തേക്കുന്നത് സനൽ ദേവ്. മ്യൂസിക് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പുള്ളി ഒരു പുതിയ ആളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മ്യൂസിക് ഓൾറെഡി ആ ഒരു മ്യൂസിക് ഓൾറെഡി പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ഫീലുള്ളൊരു മ്യൂസിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു മ്യൂസിക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദിലീപ് അത്യാവശ്യം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി, ഒരു കോമഡി എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു ഫാമിലി മൂവി എന്നുള്ള ലെവലിൽ കുറേ കാലത്തിന് ശേഷം വന്ന ഒരു മൂവിയാണ്. ഇതിൽ ദിലീപ് കൂടാതെ ദിലീപിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഒരു പുതിയ പെൺകൊച്ചാണ്, റാനിയ റാണ എന്ന് പറഞ്ഞിട്ടൊരു പെൺകൊച്ചാണ്. അതുപോലെ ഈ ഫിലിമിൽ പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ബിന്ദു പണിക്കർ, അതുപോലെ മഞ്ജു പിള്ള, പിന്നെ ജോണി ആൻ്റണി, പിന്നെ അശ്വിൻ ജോസ്, അങ്ങനെ കുറച്ച് പേരുണ്ട് പടത്തിൽ. പടം കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മൂവിയാണ്. മീൻസ് നല്ലൊരു ഫീൽ ഗുഡായിട്ട് തോന്നിയ ഒരു മൂവിയാണ്. കുറച്ച് ചെറിയ ക്രിഞ്ചസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിലും കൂടെ ഓവറോൾ മൂവി ഒരു ഫാമിലി മൂവി എങ്ങനെ ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ കയറിയ സമയത്ത് ഫുൾ ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. ഫാമിലി ആയിട്ട് ലൈക്ക് പിള്ളേർ വരെ വന്നിട്ടുണ്ടായിരുന്നു പടത്തിന്. അങ്ങനത്തെ ഒരു ഓഡിയൻസിനാണ് കണ്ടത്. ബാക്കിയുള്ളവർ ചിലപ്പോൾ മീൻസ് പടം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വരാനായിരിക്കും. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ദിലീപിൻ്റെ ക്യാരക്ടർ ഒരു കുടുംബനാഥൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് പുള്ളി. പിന്നെ എന്താ പറയുക, ധ്യാൻ ശ്രീനിവാസനുണ്ട്. അതുപോലെ മഞ്ജു പിള്ളയുടെ ക്യാരക്ടർ, മഞ്ജു പിള്ള ഈ ഫിലിമിൽ നല്ല ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മഞ്ജു പിള്ളയും അവരുടെ ഒരു ഫാമിലി സെറ്റപ്പിലുള്ള പരിപാടികൾ. പിന്നെ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് അതുപോലെയുള്ളതിലേക്ക് ഒരു ചെറിയ കണക്ഷൻ പോകുന്ന രീതിയിലാണ് മൂവി പോകുന്നത്. ലൈക്ക് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളെ കുറിച്ചിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. അത് ഫാമിലി ഓഡിയൻസിനൊക്കെ നന്നായിട്ട് കണക്ട് ആവുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ അടുത്തിരിക്കുന്നതൊക്കെ ഫാമിലി പിള്ളേർ ഒക്കെ ആയിട്ടാണ്, മീൻസ് എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് കണ്ടിട്ടുള്ള മൂവി. അത്യാവശ്യം നല്ല കോമഡി സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇമോഷൻസ് ഉണ്ട്, നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്. അങ്ങനെ ഓവറോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്ന് പടം റിലീസായിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാർ പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ. നിങ്ങൾക്ക് ഒരു മോശം പടമാണെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. ലൈക്ക് നല്ല രീതിക്ക് തന്നെയാണ് പടം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. അത്യാവശ്യം നല്ല കോമഡീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, അതുപോലെ നല്ല എന്താ പറയുക, ഇമോഷണലായിട്ടുള്ള ഫാമിലി പടം. ഓക്കെ, അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ഒരു റിവ്യൂവിൽ വരുന്നത് വരേക്കും ബൈ.